നിങ്ങൾ കണ്ണൻദേവൻ ടീയുടെ തേയില ഫാക്ടറി കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഇതാ നമ്മൾ ആ ഫാക്ടറിയിലേക്കാണ് ഇന്ന് പോകുന്നത്. മൂന്നാറിൽ നിന്നും ഒരു 4 കിലോമീറ്ററിനുള്ളിലാണ് ഈ ഫാക്ടറി. കണ്ണൻദേവൻ ടീയുടെ ചരിത്രവും കാലഘട്ടവും പറയുന്ന പ്രദർശനങ്ങൾ ഇവിടെയുണ്ട്. ക്യാൻസർ വരെയുള്ള ലീഫാണ് ഏറ്റവും മുകളിലുള്ളതെന്ന് അദ്ദേഹം പറയുന്നു. ഗ്രീൻ ടീ, അങ്ങനെ പല വെറൈറ്റി ഇലകൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ എടുക്കുന്നുണ്ട്. നമുക്കറിയാമോ അതെല്ലാം? ഇല്ലല്ലോ. അദ്ദേഹം വിവരിക്കുന്നത് കാണൂ, കേൾക്കൂ. But same leaf making coconut tea, white tea, green tea, orthodox black tea, CTC black tea, same leaf. But processing different. Only the top bud. It's only small bud, only healthy bud, only hand plucking, sunlight dry. That's the white tea. It's very costly, but white tea is a high antioxidant, good for heart block, cancer, good one. But white tea, no in the market. The production is very less. The second one, green tea, another 2 leaves. Just to soft leaves only hand plucking, no any other process, just only washing, then steaming the leaf. Steaming, rolling, sunlight dry, that's a green tea. But white tea, green tea, no withering, no fermenting. It's a more antioxidant value. But white tea, green tea, not to drink in empty stomach. തേയില ഉണ്ടാക്കുന്ന വിധം അവർ കാണിച്ചു തന്നു. വ്യത്യസ്തമായ അരിപ്പകളാണ് അടുക്കി വച്ചിരിക്കുന്നത്. ഓരോ അരിപ്പയിലും വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള തേയിലകൾ താഴേക്ക് വീണുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്നതെല്ലാം പഴയ രീതിയിലുള്ള തേയില ഉൽപ്പാദനമാണ്. പുതിയ ഫാക്ടറികളൊക്കെ അത്യാധുനികമായ ഉപകരണങ്ങളിലൂടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പഴയ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മളെ ഇപ്പോൾ കാണിക്കുന്നത്. ആധുനിക ടെക്നോളജി ഉള്ള ഈ നൂറ്റാണ്ടിൽ തേയില പാക്ക് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് കൂടുകളിലാക്കി ലോറിയിൽ കയറ്റുന്നവരെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതെല്ലാം നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാവുന്നതാണ്. കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ്, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു.